ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ശർക്കര ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് ശർക്കര വരട്ടി എന്നും പറയാറുണ്ട്. നമ്മൾ സദ്യ കഴിക്കാൻ അങ്ങനെ ഇലയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ചോറ് വിളമ്പുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഈ ശർക്കര വരട്ടി എടുത്ത് കഴിച്ചിരിക്കും. അത് ഉറപ്പാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ശർക്കര വരട്ടിയും അതിനൊപ്പം ഇരിക്കുന്ന വറ്റലും ഒക്കെ. അപ്പോൾ ഇത് പച്ച ഏത്തക്കായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ഏത്തക്കായയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഓരോ കായും എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് ഇളക്കി മാറ്റാം. നമുക്ക് ഈ തൊലി കൊണ്ട് നല്ല ടേസ്റ്റി തോരൻ വെക്കാം കേട്ടോ. അതുകൊണ്ട് തൊലി വേസ്റ്റാക്കി കളയരുതേ. പച്ച ഏത്തക്കയുടെ കറ കയ്യിൽ പറ്റാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഓരോ കായും എടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പീസും ഒരേ തിക്നെസ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് ഒരുപോലെ ഇത് വറുത്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത്തക്ക ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഈ പീസസ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ അധികമുള്ള കറയെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂറായപ്പോൾ തന്നെ മഞ്ഞൾ വെള്ളത്തിൽ നിന്നും നമ്മുടെ ഏത്തക്കയുടെ പീസസ് എല്ലാം ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പീസിൽ വെള്ളമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഇത് ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. ഇനി ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും വേണ്ടി വരും. ഇത് ഇനി നമ്മൾ വളരെ സൂക്ഷിച്ച് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി മാറ്റി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. കാരണം ഇത് ഫ്ലെയിം ഒരുപാട് കൂടിപ്പോയാൽ ഇതിൻ്റെ പുറം അങ്ങ് ക്രിസ്പി ആകുകയും അകത്ത് അത്ര ഒരു ക്രിസ്പിനെസ് കിട്ടാത്ത ഒരു പരുവത്തിലായിപ്പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലും പിന്നെ കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലുമാക്കി നമുക്കിത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ആയിട്ടില്ല. ഒരു 12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. നമ്മളിത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് തമ്മിലിങ്ങനെ തട്ടുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേക്കണേ. അപ്പോൾ അധികം എണ്ണ പിടിക്കത്തില്ല. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ശർക്കര പാനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ 1/4 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അലിഞ്ഞാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ഉരുളിയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇതിൽ വെച്ചാണ് ശർക്കര വരട്ടിയുടെ ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു നൂൽ പരുവം ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും കുറച്ച് ടൈം എടുക്കുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ഒരു നൂൽ പരുവത്തിൽ നമ്മുടെ പാനി എത്തുകയാണെങ്കിൽ നമ്മുടെ ശർക്കര വരട്ടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു നൂൽ പരുവം നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അതിൻ്റെ ഓവറായി പോകാനും പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനം
ശർക്കര എടുക്കുന്ന ആ ഒരു അളവ്. അപ്പോൾ 1 കിലോയ്ക്ക് 1/4 കിലോ ശർക്കര എന്ന് പറയുന്നത് കറക്റ്റ് അളവായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ശർക്കര കുറച്ചൊന്ന് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു നൂൽ പരുവം കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തവിയിലൊന്ന് തൊട്ടിട്ട് 2 വിരലിൽ വെച്ച് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഒരു നൂല് പോലെ വരുന്നത് കണ്ടോ? ഇതാണ് നമുക്ക് ആവശ്യമായ ആ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഒരു 4 മണിക്കൂറായി. ഈ ബനാനയുടെ പീസസൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഈ പീസസ് നമ്മൾ ഈ ചൂട് പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ പീസിലും ശർക്കര പാനി എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ പുട്ടിനൊക്കെ വറുത്ത് വെച്ചേക്കുന്ന മാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി ആ ലിക്വിഡ് ഫോമിലുള്ള ശർക്കര കൂടെ ഇപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തമ്മിൽ ഒട്ടിയിരിക്കുന്ന ഒരു പരുവമാണ്. നമ്മൾ അരിപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. ബാക്കിയിരിക്കുന്ന അരിപ്പൊടി കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മൾ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ആവശ്യമായിട്ടുണ്ട്. വീണ്ടും ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഓക്കെ, ഇത് മതിയാവും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒട്ടിയിരിക്കുന്ന പീസൊക്കെ തവി കൊണ്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അങ്ങനെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാക്കി എടുക്കാൻ കുറച്ചധികം സമയം ആവശ്യമുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും നേരത്തെ തന്നെ ശർക്കര വരട്ടി റെഡിയാക്കി വെക്കണേ. വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇതുവരെയും ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.